ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ കംപ്ലൈൻറ്റ് വെച്ചാൽ കസ്റ്റമർ കംപ്ലൈൻറ്റ് വണ്ടി വഴിയിൽ നിന്നാട്ടോ. കസ്റ്റമർക്ക് വണ്ടി വരുന്ന മാരുതി ഈക്കോ ഫസ്റ്റ് സെക്കൻഡ് റിവേഴ്സ് ഫിഫ്ത്ത് വീണില്ല, ഗിയർ വീണില്ല. അങ്ങനെ വണ്ടി വഴിയിൽ നിന്നാണ് ഈക്കോ. അപ്പോൾ ഈ ഒരു ബുഷ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, പല ആൾക്കാർക്കും ഈ ഒരു ബുഷ് അറിയണ്ടായിരിക്കും. ഈ ഒരു ബുഷ് കാരണം കേട്ടോ അവർ കംപ്ലൈൻറ്റ് വന്നത്. ഫസ്റ്റ് സെക്കൻഡ് തേർഡും ഫോർത്തും വീഴും, ഫസ്റ്റ് സെക്കൻഡ് റിവേഴ്സ് ഫിഫ്ത്ത് ഈ ഒരു ഗിയറൊന്നും വീഴില്ല. മാരുതിക്കുള്ള കംപ്ലൈൻ്റ് ആണ്. ഈക്കോ, ഔട്ടൊക്കെ ആയിട്ട് സ്വിഫ്റ്റ്, റിഡ്സ് ഈ ഒരു ഏരിയയിൽ റേഞ്ചിൽ വരുന്ന വണ്ടിയൊക്കെ മാരുതിക്ക് ഈ ഒരു ബുഷ്, ഈ ഒരു കുഞ്ഞൻ ബുഷ് പോയി കഴിഞ്ഞാൽ ഗിയറും ഇല്ല കേട്ടോ. ഈ ബുഷ് പോയി കഴിഞ്ഞാൽ ആ ഒരു കേബിൾ ഉണ്ടല്ലോ, കേബിൾ ആ ലിവറിന്ന് പോകുന്നിറങ്ങും. പിന്നെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും സെലക്ട് ചെയ്യാൻ പറ്റില്ല. വെറുതെ തേർഡ് ഫോർത്ത് മാത്രമേ ഇടാൻ പറ്റുള്ളൂ. അപ്പം ഈ ഒരു ബുഷ് മാറ്റി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഗിയർ ലിവറിൻ്റെ ആ ഭാഗത്തുള്ള ബുഷാണ്. അപ്പോൾ ഞാൻ അതെങ്ങനെ അഴിക്കുക എന്നുള്ളത് അതെവിടെ ഫിറ്റ് ചെയ്യാമല്ലോ എന്ന് ഞാൻ കാണിച്ചു തരാം. ഏകദേശം മാരുതിൻ്റെ എല്ലാ വണ്ടിയൊക്കെ ഈ സംഭവം ഉണ്ട് കേട്ടോ. അപ്പോൾ അതെവിടെ ഉള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് ഗിയർ ലിവറിൻ്റെ കേസും കാര്യങ്ങളും ഞാൻ ജസ്റ്റ് പൊക്കിച്ചിട്ടുണ്ടോ, ഞാൻ കാണിച്ചു തരാം എവിടെയൊക്കെ അഴിക്കുന്നുണ്ട് എന്നിട്ട്. അത് ഞാൻ പ്ലേ കാണിച്ചു തരാം. ഈ ഒരു പ്ലേ ഉണ്ടാവില്ല കേട്ടോ. ഇതിപ്പോൾ ഫോർത്തും തേർഡും ഫോർത്തും മാത്രമേ വീണുള്ളൂ. അതിങ്ങനെ ഇതുണ്ടോ, ഈ ഇത്രയും പ്ലേ ഉണ്ടാവില്ല. ഈ ഒരു ബുഷ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഒരു ടൈറ്റ് ഫീൽ ചെയ്യും. അപ്പോഴേ ഫസ്റ്റ് സെക്കൻഡ് ഒക്കെ വീഴുള്ളൂ കേട്ടോ, റിവേഴ്സും കാര്യങ്ങളൊക്കെ വീഴുള്ളൂ. അപ്പോൾ ഞാൻ മാറണമെന്നുണ്ടെങ്കിൽ ഇതിനകത്താണ് ആ കേബിൾ വരുന്നത് കേട്ടോ. നല്ല പ്ലേ ആണ്. ആ ഒരു ബുഷ് പോന്നിട്ട് ആ കേബിൾ അവിടെ നിന്ന് മാറിയിട്ടാണ് അത്രയും പ്ലേ ആകുന്നത്. അതിന് തയ്ക്കുന്നത് അവിടെ സ്ക്രൂ ഉണ്ടായിരിക്കും, ഇവിടെ ഒരു സ്ക്രൂ ഉണ്ടായിരിക്കും. ആ സ്ക്രൂ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുത്താൽ മതി. ഇനിയിപ്പോൾ അങ്ങനെ ഇടാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ആ ബാക്കിൽ ഒരു ക്ലിപ്പ് ഉണ്ടായിരിക്കും കേട്ടോ, ഒരു 4 ക്ലിപ്പ് ഉണ്ടായിരിക്കും. അത് വെച്ചിട്ട് ഈ കവറും മൊത്തത്തിലൊന്ന് പൊക്കി കൊടുത്താൽ കേട്ടോ. ഇത് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ബുക്ക് ചെയ്യാറില്ല. അതാണ് എനിക്ക് ആ 2 സ്ക്രൂ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കൂടെ കൈയിട്ട് ഇടാൻ പറ്റും. അപ്പോൾ വീഡിയോ ഒന്നും കൂടി സ്മൂത്തായി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാണ്ടോ ഈ കേബിൾ ഉണ്ടല്ലോ, ഇത് അവിടെ നിന്ന് വിട്ട് കിടക്കണം. ഇതിപ്പോൾ ഞാൻ റിവേഴ്സ് ഇടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കൊടുത്താണ്. ഒരു ബുഷ് പോയിട്ട് ആ കേബിൾ അവിടെ നിന്ന് വിട്ട് കിടക്കണം. വിട്ട് കിടക്കുന്ന സമയത്ത് അത് നല്ല പ്ലേ ആയിരിക്കും. അവിടെയാണ് നമ്മൾ ഈ ബുഷ് ഉണ്ട്, ആ ഒരു ബ്ലാക്ക് ഇതുണ്ടല്ലോ, അതിലേക്ക് ഈ ബുഷ് ഒന്ന് പ്രസ് ചെയ്തിട്ട് നേരെ ആ ഒരു വൈറ്റ് ഇതിലേക്ക് പ്രസ് ചെയ്ത് കയറ്റിയാൽ മതി. അപ്പോൾ ഓക്കെ കിട്ടും. ഇത് കാലപ്പഴക്കം കൊണ്ട് ആ റബ്ബർ പൊടിഞ്ഞു പോകണമാണ്. ഈ ഒരു ബുഷ് റബ്ബറാണ്.